നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോസസ്സറെന്നും മദർ ബോർഡെന്നും വിവിധ തരത്തിലുള്ള പോർട്ടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു ഘട്ടമാണ് അതിൻ്റെ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആ മെമ്മറി കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് മാത്രം നമ്മൾ ഈ മെമ്മറി കൺസെപ്റ്റ് പറഞ്ഞു തീരത്തില്ല. അതുകൊണ്ട് മെമ്മറി കൺസെപ്റ്റിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ്? മെമ്മറി ഈസ് എ പ്ലേസ് വെയർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻ ആൻഡ് റിസൾട്ട്സ് ടെമ്പറലി ഓർ പെർമനൻ്റ്ലി. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട്സ് തുടങ്ങിയവയൊക്കെ ടെമ്പററിയായും പെർമനൻ്റായും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, റിസൾട്ട്സ് ഇതെന്ത് ചെയ്യാം? പെർമനൻ്റായിട്ടോ ടെമ്പററി ആയിട്ടോ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലേസിനെയാണ് എന്തെന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു: പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. നമ്മുടെ മെമ്മറി കൺസെപ്റ്റിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം. ഒന്ന് പ്രൈമറി മെമ്മറി എന്നും മറ്റേതിനെ സെക്കൻഡറി മെമ്മറി എന്നും പറയും. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഡേറ്റ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പററി മാനറിലാണ്. പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഡേറ്റ, അതായത് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺഗോയിങ് ജോബ്സ് ടെമ്പറലി. നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റാസ്, അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ ടെമ്പററി മാനറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൻഫർമേഷനെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് എന്തെന്ന്? സെക്കൻഡറി മെമ്മറി. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടുകളെയൊക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയെ പ്രൈമറി മെമ്മറി എന്ന് പറയും. എന്നാൽ പെർമനൻ്റ് ആയിട്ടൊരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ടൈപ്പിലുള്ള മെമ്മറിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറി എന്നാണ്. അപ്പോൾ നമ്മൾ മെമ്മറിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷറിംഗ് യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ അറിയണം. എങ്ങനെയാണ് മെമ്മറി പറയുന്നത്, ഏതളവിലാണ് മെമ്മറി പറയുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ബൈനറി ഡിജിറ്റ്സ് ആയിട്ടാണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? നിങ്ങൾ ഇൻറ്റിജേഴ്സിനെയും ഫ്ലോട്ടിംഗ് പോയിന്റിനെയും ക്യാരക്ടറിനെയൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മെമ്മറിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷറിംഗ് യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒരു ബൈനറി ഡിജിറ്റിനെ, അതായത് ഒരു 1 അല്ലെങ്കിൽ ഒരു 0യെ, ഒരു ബൈനറി ഡിജിറ്റിനെ നമ്മൾ ഒരു ബിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു 1 അല്ലെങ്കിൽ ഒരു 0 സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഒരു ബിറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള 4 ബിറ്റുകൾ ചേരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒരു നിബിൾ എന്നാണ്. അപ്പോൾ 4 ബിറ്റ് ചേരുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഒരു നിബിൾ എന്ന് വിളിക്കും. അങ്ങനെയുള്ള 8 ബിറ്റുകൾ ചേരുമ്പോൾ അതിനെ വിളിക്കുന്നത് ഒരു ബൈറ്റ് എന്നാണ്. അങ്ങനെയുള്ള 1024 ബൈറ്റുകൾ ചേരുമ്പോൾ അതിനെ ഒരു കിലോ ബൈറ്റ്, ഒരു KB എന്ന് പറയും. അങ്ങനെയുള്ള 1024 KB ചേരുമ്പോൾ ഒരു MB എന്ന് പറയും, മെഗാബൈറ്റ്. അങ്ങനെയുള്ള 1024 MB ചേരുമ്പോൾ ഒരു ജിഗാബൈറ്റ്, ഒരു GB എന്ന് പറയും. അങ്ങനെയുള്ള 1024 GB ചേരുമ്പോൾ അതിനെ ഒരു TB, ഒരു ടെറാബൈറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള 1024 TB ചേരുമ്പോൾ അതിനെ ഒരു പെറ്റാബൈറ്റ്, ഒരു PB എന്ന് പറയും. അപ്പോൾ ഒരു ബിറ്റ്, ഒരു 0 അല്ലെങ്കിൽ ഒരു 1നെ വിളിക്കുന്ന പേരാണ് ഒരു ബിറ്റ്.
4 ബിറ്റ് ചേരുമ്പോൾ ഒരു നിബിള്, 8 ബിറ്റ് ചേരുമ്പോൾ ഒരു ബൈറ്റ്, 1024 ബൈറ്റ് ചേരുമ്പോൾ ഒരു KB, 1024 KB ഒരു MB, 1024 MB ഒരു GB, 1024 GB ഒരു TB, 1024 TB ഒരു PB. ഇങ്ങനെയാണ് നമ്മൾ മെമ്മറിയുടെ വിവിധ തരത്തിലുള്ള മെഷറിംഗ് യൂണിറ്റുകളെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് പ്രൈമറി സ്റ്റോറേജിനെ കുറിച്ച് നോക്കാം. പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ ദ CPU. അതായത് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെമ്മറിയാണ് എന്ത് ടൈപ്പിലുള്ള മെമ്മറി എന്നത്? പ്രൈമറി മെമ്മറി എന്നത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡേറ്റ അറ്റ് ഹൈ സ്പീഡ്. CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന മെമ്മറിയാണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതായത് CPU-ന് ഈ മെമ്മറിയിലേക്ക് ഡേറ്റയെ സെൻഡ് ചെയ്യാനും അവിടെ നിന്നും ഡേറ്റ റിസീവ് ചെയ്യാനും വളരെ ഹൈ സ്പീഡിൽ കഴിയും. അങ്ങനെ ഹൈ സ്പീഡിൽ ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുന്ന ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ് ഏത് മെമ്മറി എന്ന് പറയുന്നത്? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പ്രധാനമായിട്ട് 3 ടൈപ്പിലുള്ള മെമ്മറികളാണ് നമ്മൾ പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന റാം, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന റോം, ഇതൊന്നുമില്ലാതെ മൂന്നാമതൊരു ടൈപ്പിലുള്ള മെമ്മറി ദാറ്റ് ഈസ് കോൾഡ് ക്യാഷ് മെമ്മറി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ പ്രൈമറി മെമ്മറിയെ കുറിച്ച്? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് CPU-ന് ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഹൈ സ്പീഡിലുള്ള സെമി കണ്ടക്ടർ മെമ്മറികളാണ് ഏതെന്ന് പറയുന്നത്? ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അതിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വളരെ ഫാസ്റ്റായിട്ട് കഴിയും CPU-നെ കൊണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് റാമിൻ്റെ എവിടെ നിന്നുകൊണ്ടും നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റാമിൻ്റെ ഏത് ഭാഗത്തുള്ള ഡേറ്റയായിരുന്നാലും ഹൈ സ്പീഡിൽ ആക്സസ് ചെയ്യാൻ കഴിയും CPU-നെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഡേറ്റ എന്നുള്ളത് ഒരു പ്രോബ്ലമേ അല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം മൈക്രോ പ്രോസസ്സറിന് റൈറ്റ് ചെയ്യാനും അതിലേക്ക് റിട്രീവ് ചെയ്യാനും കഴിയുന്ന ഹൈ സ്പീഡ് മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? റാം എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന്, അതായത് ഏത് ഭാഗത്താണ് ഡേറ്റ എന്നുള്ളതൊരു പ്രോബ്ലമേ അല്ല. എവിടെയായിരുന്നാലും അത് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പറഞ്ഞ നമ്മുടെ പ്രൈമറി മെമ്മറി സ്റ്റോറേജിനുണ്ട്. ഇപ്പോൾ റാമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഒരു റാമിൻ്റെ സ്പീഡ് കൂടുമ്പോൾ പെർഫോമൻസ് കൂടുമെന്ന് പറയും കമ്പ്യൂട്ടറിൻ്റെ. എന്താണ് റാമിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ദ ഡേറ്റ ഇൻ മെമ്മറി ഈസ് ആക്സസ്ഡ്. അതിനകത്തുള്ള ഡേറ്റ എത്ര സ്പീഡിലാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മെമ്മറിയുടെ സ്പീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഫാസ്റ്റ് ദ ഡേറ്റ ഈസ് ആക്സസ്ഡ്. അതിനകത്ത് നിന്ന് നമ്മുടെ ഡേറ്റ എത്ര ഫാസ്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ മെമ്മറിയുടെ സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ പറയുന്നത് മെഗാ ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. MHz മെഗാ ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ഈസ് ഇൻ യൂസ്, റാം കണ്ടെയ്ൻസ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ റാമിനകത്ത് എന്തൊക്കെ വരും? ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇപ്പോൾ റാമിനകത്ത് കാണും. നമ്മൾ കറണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് കാണും. ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എവിടെ കാണും? നമ്മുടെ റാമിൽ കാണും. ഇതെല്ലാം റാമിലേക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ റാമിൻ്റെ സ്പീഡ് എങ്ങനെ പറയും? നമ്മൾ മെഗാ ഹെഡ്സിൽ പറയും. അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റാമിൽ എന്തൊക്കെ കാണും? അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. കറണ്ടിലി എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണും.
നമ്മൾ ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ കാണും. ഇതെല്ലാം നമ്മുടെ പ്രൈമറി മെമ്മറി അതായത് റാമിലേക്ക് എടുത്തിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പിലുള്ള ഒരു മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന റോം. റോം എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് മെമ്മറിയാണ്. ആ പെർമനൻ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് റീഡ് ഓപ്പറേഷൻസ് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അതായത് അതിനകത്തുള്ള കണ്ടൻറ്റുകളൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിനകത്തുനിന്ന് റീഡ് ഓപ്പറേഷൻ മാത്രമേ നടത്താൻ കഴിയുള്ളൂ. അതായത് നോൺ വോളറ്റൈലാണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പവർ ഓഫ് ആയാലും അതിൻ്റെ കണ്ടൻറ്റ് അതേപോലെ തന്നെ നിൽക്കും. അപ്പം നമ്മൾ റാമിനകത്ത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ നിൽക്കുമോ? ഇല്ല. അപ്പോൾ അടുത്ത തവണ ഓൺ ചെയ്യുമ്പോൾ വീണ്ടും OS അതിലേക്ക് ലോഡ് ചെയ്ത് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ റോം എന്ന് പറയുന്നതിനകത്ത് അങ്ങനെയല്ല. അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യും ഈവൻ ഇഫ് ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തുള്ള കണ്ടൻറ്റ് എവിടെ കാണും? റോമിൽ തന്നെ കാണും. അതുകൊണ്ടാണ് അതിനെ നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നോൺ വോളറ്റൈലായിട്ടുള്ള ചില റീഡ് ചെയ്യാൻ മാത്രം കഴിയുന്ന മെമ്മറികളാണ് റോം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ബൂട്ടപ്പ് പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്ന ബയോസ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. ഈ ബയോസ് പെർഫോം ചെയ്യും. ആ ബയോസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ആ ബയോസ് ലോഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മൾ റോമിലാണ്. അതായത് റോം ചിപ്പുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബയോസ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്തു തുടങ്ങുന്നത്. ഇതാണ് റോം എന്ന് പറയുന്ന മെമ്മറിയുടെ പർപ്പസ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ചില പെർമനൻ്റ് ആയിട്ടുള്ള ചിപ്പ് മെമ്മറികളാണ് റീഡ് ഓൺലി മെമ്മറികളെന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ളത് വായിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്താലും അതവിടെ തന്നെ കാണും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം, ആ ബയോസ് എന്ന് പറയുന്ന ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്ന ബയോസ് ലോഡ് ചെയ്യുന്നത് ഈ റോം ചിപ്പുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നാണ്. ഇനി ചില പ്രത്യേക തരത്തിലുള്ള റോം ചിപ്പുകൾ അവൈലബിൾ ആണ്. അവയെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കണം. ആദ്യത്തെ ഒരു ടൈപ്പിലുള്ളതാണ് പ്രോം എന്ന് പറയുന്നത്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോം. അതായത് ഒരിക്കൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാനുഫാക്ചറർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രോഗ്രാം ചെയ്യത്തുള്ളൂ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രോഗ്രാം ചെയ്ത് കഴിയും. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത്തരത്തിലുള്ള ചിപ്പുകൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോം ചിപ്പുകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പിലുള്ള ഒരു റോം ചിപ്പുകളാണ് EEPROM എന്ന് പറയുന്നത്. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന EEPROM. ഈ ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് that can be erased using ultraviolet radiation and can be programmed using special electronic circuit. ചിപ്പുകളെ അൾട്രാവയലറ്റ് റേസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? അൾട്രാവയലറ്റ് റേസിൻ്റെ സഹായത്തോടു കൂടി മാറ്റി കളയാം, എന്നിട്ട് വീണ്ടും റീപ്രോഗ്രാം ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതിന് ചില പ്രത്യേക തരത്തിലുള്ള സർക്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ വേണം. അങ്ങനെ അൾട്രാവയലറ്റ് റേസിൻ്റെ സഹായത്തോടു കൂടി ഇറൈസ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റോം ചിപ്പുകളെ നമ്മൾ EEPROM എന്ന് പറയും. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് അൾട്രാവയലറ്റ് റേസിൻ്റെ സഹായത്തോടു കൂടി ഇറൈസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിക്കലി ഇറൈസ് ചെയ്ത് കളയും. അത്തരത്തിലുള്ള ചിപ്പുകളെ നമ്മൾ വിളിക്കുന്നത് EEPROM എന്നാണ്. പിന്നെ റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. റാം ഫാസ്റ്ററാണ് റോമിനേക്കാൾ, പക്ഷേ റോം എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡേറ്റ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ആര് സ്റ്റോർ ചെയ്യുന്നത്? റാം സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ
കമ്പ്യൂട്ടറിനെ ഇനിഷ്യലി ബൂട്ട് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഏതിനകത്ത് ബൂട്ട് ചെയ്ത് വയ്ക്കുന്നത്? റോമിനകത്ത് ബൂട്ട് ചെയ്ത് വയ്ക്കുന്നത്. റീഡിങ്ങും റൈറ്റിങ്ങും റാം അലോ ചെയ്യുമ്പോഴത്തേക്ക് റോം എന്ത് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ? റീഡിങ് മാത്രമേ ഉള്ളൂ. റാം എന്ന് പറയുന്നത് വോളറ്റൈലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും മാത്രമേ കാണത്തുള്ളൂ? കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്. അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യും. കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്താലും അതിനകത്തുള്ള കണ്ടൻറ്റ് അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. അടുത്തൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് ദ റാം. നമ്മുടെ റാമിനും പ്രോസസ്സറിനും ഇടയിലുള്ള ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ്, ചെറിയ മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? റാം എന്ന് പറയുന്നത്. അപ്പോൾ റാം ഫ്രീക്വൻ്റ്ലി ആക്സസ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ്സ് റിസൾട്ട്സ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ ക്യാഷ് മെമ്മറി ഫോർ ക്വിക്ക് ആക്സസ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഈ ക്യാഷ് മെമ്മറി ചെയ്തിരിക്കുന്നത്. അതായത് റാമിൻ്റെ സ്പീഡും ഈ പ്രോസസ്സറിൻ്റെ സ്പീഡും തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇടയിൽ ഈ ക്യാഷ് മെമ്മറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറി എത്രത്തോളം അളവ് കൂടുന്നോ അത്രത്തോളം പെർഫോമൻസ് കമ്പ്യൂട്ടറിന് കൂടും. അതായത് ക്വിക്കായിട്ട് ഡേറ്റ ആക്സസ് ചെയ്യുന്നത് ഈ ക്യാഷ് മെമ്മറിയിൽ നിന്നാണ്. When the processor needs to read from or write to a location in RAM, it first check whether the copy of that data is in cache. റാമിനകത്തോട്ട് ഡേറ്റ റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ ഒക്കെ പോകുമ്പം പ്രോസസ്സർ ആദ്യം നോക്കുന്നത് അത് എവിടെ ഉണ്ടോയെന്നാണ്? ക്യാഷിനകത്ത് ഉണ്ടോയെന്നാണ്. ഇഫ് സോ, ദ പ്രോസസ്സർ ഇമ്മീഡിയറ്റ്ലി റീഡ്സ് ദ ക്യാഷ് വിച്ച് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ റീഡിങ് ഫ്രം റാം. അതായത് നമ്മുടെ റാമിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കും ക്യാഷിനകത്തുണ്ടോ എന്ന് നോക്കും. ക്യാഷിനകത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് റീഡ് ചെയ്തെടുക്കും. അതാകുമ്പോൾ റാമിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിരിക്കും. ഇങ്ങനെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി റാമിനും പ്രോസസ്സറിനും ഇടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ സ്പീഡ് സ്മോൾ മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് റാമിനേക്കാൾ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ സിസ്റ്റം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ക്യാഷ് വേണം. പക്ഷേ ക്യാഷ് അത്രത്തോളം ക്യാഷ് എടുത്ത് വെച്ച് സിസ്റ്റം പെർഫോമൻസ് കൂട്ടാൻ പറ്റത്തില്ല. കാരണം എന്ത് ചെയ്യും? സിസ്റ്റത്തിൻ്റെ പ്രൈസ് വളരെയധികം കൂടും. കാരണം എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. ഇപ്പോൾ കോമൺലി യൂസ്ഡ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ലെവൽ 1 ക്യാഷ് അത് 128 KB കാണും. ലെവൽ 2 ക്യാഷ് അത് 1 MB കാണും. ലെവൽ 3 ക്യാഷ് അത് 8 MB കാണും. ലെവൽ 4 ക്യാഷ് അത് 128 MB കാണും. അപ്പോൾ ഇങ്ങനെ പല ലെവലിലുള്ള ക്യാഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ക്യാഷ് മെമ്മറി എന്തുകൊണ്ടാണ് നമുക്ക് ഈ കുറച്ച് മാത്രം ആക്കാൻ പറ്റുന്നതാണ്ട് നമ്മുടെ മെമ്മറിയെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവേ കാണത്തുള്ളൂ. എന്തുകൊണ്ടാണ്? പ്രൈസ് വളരെ കൂടുതലാണ്, മോർ എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം ക്യാഷ് മെമ്മറി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ വീഡിയോ കൊണ്ട് പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് കൺസെപ്റ്റിനെ കുറിച്ച് പറയാം.